Hi friends, I am Dr. Prasoon. You all green tea കഴിക്കുന്നുണ്ടാവും. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് green tea സാധാരണ ചായനെക്കാട്ടിയും എന്തുകൊണ്ടാണ് ഗുണം കൂടുതലാണെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് green teaന്റെ health benefits? ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. Welcome back to Dofody. നമുക്ക് തുടങ്ങാം. Green teaന്റെ 5 health benefits ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പോരാത്തതിന് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചായ അത് ഗ്രീൻ ടീ ആവട്ടെ സാധാരണ ചായ ആവട്ടെ അത് എങ്ങനെ ഹെൽത്തി ആക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ആണ്. കൂടുതലും കാറ്റക്കീൻസും പോളിഫിനോൾസും എന്നൊക്കെ പറഞ്ഞ പല രീതിയിലും പല തരത്തിലുള്ള ന്യൂട്രിയൻസ് ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള കൂടുതൽ ന്യൂട്രിയൻസിൻ്റെയും ബേസിക് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്താണ്, ഫ്രീ റാഡിക്കൽസ് ആണെന്നുള്ള അതും കൂടി മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഗ്രീൻ ടീൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. നമ്മളുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് കാരണം ഡാമേജസ് ഉണ്ടാകുന്നുണ്ട്. ഇരുമ്പിൽ തുരുമ്പ് വരുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാക്കുന്ന ഡാമേജസ് വരുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാനും അതിനെ ഫൈറ്റ് ചെയ്യാനുമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ് കാരണമുള്ള ഡാമേജ് കുറയും. ഈ ഫ്രീ റാഡിക്കൽസ് കാരണം തന്നെയാണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. ഇനി ഗ്രീൻ ടീൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ ടീയിൽ ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻസും ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസും വളരെയധികം കൂടുതലാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ക്യാൻസേഴ്സും മാറ്റി നിർത്തുന്നതല്ല പറയുന്നത്. ഇതൊരു കോറിലേഷൻ സ്റ്റഡിയാണ് ചെയ്തിട്ടുള്ളത്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ ക്യാൻസർ വരുന്നതിൻ്റെ അളവ് കുറവായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതും വിചാരിച്ച് നിങ്ങൾ എല്ലാ ദിവസവും ഗ്രീൻ ടീ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ക്യാൻസറിനും വരാതെ നിൽക്കുന്നു, എല്ലാ തരത്തിലുള്ള ക്യാൻസറിനും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും അല്ല പറയുന്നത്. ഒരു കോസേഷൻ സ്റ്റഡിയല്ല, പക്ഷേ ഒരു കോറിലേഷൻ സ്റ്റഡിയാണ് നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരിൽ അവരുടെ ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ നിർത്താൻ ഗ്രീൻ ടീ അവരെ സഹായിക്കും. ഇത് ആനിമൽ സ്റ്റഡീസിൽ ചെയ്തിട്ടുണ്ട്, റാറ്റിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ബ്ലഡ് പ്രഷറിനെ കുറിച്ചിട്ടുള്ള ഇതിന് മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ നിർത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ നിർത്തിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റും, ബ്ലഡ് പ്രഷർ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നോർമൽ റേഞ്ചിൽ നിർത്താം, ഈ പറഞ്ഞ എല്ലാ വിഷയത്തിനെക്കുറിച്ചും ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും തീർച്ചയായിട്ടും കാണുക. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാരിൽ ആൽസിമേഴ്സ് ഡിസീസും പാർക്കിൻസൺസ് പോലത്തെ ന്യൂറോളജിക്കൽ ഡിസീസ് വരാനുള്ള സാധ്യത കുറവാണ്. എങ്ങനെയാണ് ഗ്രീൻ ടീ ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ചില സ്റ്റഡീസിൽ പറയുന്നത് നമ്മളുടെ തലച്ചോറിൽ ബ്രെയിനിൽ ഉണ്ടാവുന്ന പ്ലാക്ക് ഫോർമേഷൻ കുറയ്ക്കാൻ ഗ്രീൻ ടീ സഹായിക്കുന്നതാണ്. ആൽസിമേഴ്സ് ഡിസീസും പാർക്കിൻസൺസ് ഡിസീസും കൈവിറയൽ അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇനി ചായ കുടിച്ച് തുടങ്ങാൻ ഒരു കാരണം നോക്കി നടക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാരണം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓറൽ ഹൈജീനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് വായനാറ്റം, ബാഡ് ബ്രെത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ടീയിലുള്ള ന്യൂട്രിയൻസും അതിൻ്റെ പ്രോപ്പർട്ടി കാരണം നമുക്ക് ഈ വായനാറ്റം ഉണ്ടാക്കുന്ന ബാക്ടീരിയ, നമ്മളുടെ വായിലുള്ള പ്രത്യേകതരം ബാക്ടീരിയാസിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഗ്രീൻ ടീക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാവിറ്റി ഫോർമേഷനും ഉണ്ടാകുന്ന ചാൻസ് കുറവായിരിക്കും, പല്ലുകളിൽ പ്ലാക്ക് ഫോർമേഷൻ കുറവായിരിക്കും. നിങ്ങൾക്ക് നല്ല ഓറൽ ഹൈജീൻ കിട്ടാൻ ഗ്രീൻ ടീ നിങ്ങളെ സഹായിക്കും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റ് അത് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒട്ടനവധി സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ സ്റ്റഡീസിലും പറയുന്നത് ഗ്രീൻ ടീ സ്ഥിരമായിട്ട് 2-3 കപ്പ് കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുന്നതാണ്. അതായത് അവരുടെ ലൈഫ് സ്പാൻ കൂടുതലായിരിക്കുന്നതാണ്. ഇങ്ങനെ ലൈഫ് സ്പാനും ഗ്രീൻ ടീയും തമ്മിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസും കോറിലേഷനിലാണ്. കോറിലേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ കഴിക്കുന്ന ആൾക്കാർക്ക് എന്ത് കാരണങ്ങൾ കൊണ്ടാവട്ടെ അവർക്ക് മരണം വരുന്നത് കുറേ നീണ്ടിട്ടാണ്, അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കൂടുതലാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഡയറക്റ്റ് കോസേഷൻ അല്ല. അതായത് ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കാതിരിക്കുന്നൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ടീൻ്റെ കപ്പ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെ കുടിക്കുക.
ഗ്രീൻ ടീൻ്റെ 5 ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ചായ, അത് ഗ്രീൻ ടീ ആവട്ടെ സാധാരണ ചായ ആവട്ടെ, അത് എങ്ങനെ ഹെൽത്തി ആക്കാമെന്നും കൂടി പറയാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് കൂടുതൽ പഞ്ചസാര ഇടാതിരിക്കുക. ഏറ്റവും മിനിമം പഞ്ചസാര മാത്രം ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അധിക വീടുകളിലും ചായ ഉണ്ടാക്കുന്നത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇട്ടിട്ടാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ഗ്രീൻ ടീ ആണെന്നുണ്ടെങ്കിലും സാധാരണ ചായ ആണെന്നുണ്ടെങ്കിലും തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് ഈ പറഞ്ഞ ഗ്രീൻ ടീയിലും ടീ പൗഡറിലും ഉള്ള ന്യൂട്രിയൻസ് എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് എന്തായാലും തീർച്ചയായിട്ടും കുറയും. അന്നപ്പോൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇടരുത്. കുറച്ച് പുറത്ത് ഇറക്കി വെച്ചതിന് ശേഷം ചൂട് കുറച്ച് തണഞ്ഞതിന് ശേഷം മാത്രം ചായപ്പൊടി ചേർക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ചായയിലേക്ക് കുറച്ച് ലെമൺ ആഡ് ചെയ്യുക, നാരങ്ങ നീര് ആഡ് ചെയ്യുക. അത് ഈ പറഞ്ഞ ന്യൂട്രിയൻസിനൊക്കെ നിങ്ങളുടെ വയറിൽ നിന്നും നിങ്ങളുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നും അബ്സോർബ് ചെയ്യാൻ ലെമൺ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും വില കുറഞ്ഞ ചായപ്പൊടി അല്ലെങ്കിൽ വില കുറഞ്ഞ ഗ്രീൻ ടീ വാങ്ങിക്കാൻ പോകരുത്. അതിനെക്കാട്ടി നല്ലത് കുറച്ചും കൂടി വില കൊടുത്ത് പ്രീമിയം ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കുക. അതിലായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ന്യൂട്രിയൻസ് ഉണ്ടാവുക. അപ്പോൾ ഗ്രീൻ ടീനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ഗ്രീൻ ടീ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.